എന്ത് പറ്റി? സ്കൂട്ടറില് പെട്രോള് തീർന്നു പോയോ? അതൊന്നും അല്ല ചേട്ടാ പ്രശ്നം. ഈ സ്കൂട്ടർ ഞങ്ങൾ പത്തുലുവിന്റെ അമ്മാവന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ. പക്ഷേ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കരുതെന്നല്ലേ നമ്മുടെ നാട്ടിലെ നിയമം. അത് നമ്മുടെ ജീവനും അപകടത്തിലാക്കും. മാത്രമല്ല പോലീസും പിടിക്കും. അതുകൊണ്ട് ഹെൽമെറ്റ് വിൽക്കുന്ന കട തപ്പി ഇറങ്ങിയതാ. ഇവിടെ എവിടെയും കണ്ടില്ല. ഇവന്മാർക്ക് ഈ പഴയ കിരീടമങ്ങ് വിറ്റേക്കാന്ന് തോന്നുന്നു. എത്ര വർഷമായിട്ട് ചുമ്മാ കിടക്കുക, ആരും വാങ്ങണമില്ല. ഇതാ കിടക്കണ് തേടിയ വള്ളി കാലേ ചുറ്റിയ പോലെയായി. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് വല്ല ഉപകാരം വേണ്ടേ? ഞാൻ നിങ്ങൾക്കൊരു ഇന്ത്യൻ ഹെൽമെറ്റ് തരാൻ പോവാ. ഹെൽമെറ്റ് എന്ന് പറഞ്ഞ വലിയ വലിയ രാജാക്കന്മാരിട്ടുകൊണ്ടിരുന്ന ഹെൽമെറ്റാ. ഇത് കിരീടമല്ലേ? ഹെൽമെറ്റ് എവിടെ? ഇതല്ല ഇന്ത്യൻ ഹെൽമെറ്റ്. എന്ത് പറ്റി? സംശയം എന്താ? പിന്നെ നിങ്ങളും ഈ പറഞ്ഞ പോലെ ഫുർഫുരി നഗരത്തിലെ രാജാക്കന്മാരാണല്ലോ. അത് ശരിയാ. പിന്നെ എന്തത്ര ആലോചിക്കണേ? ഇതൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് കലക്ക് നന്നായിട്ട്. ഞാനാണെങ്കിൽ ഇത് വളരെ വില കുറച്ച് തന്നേക്കാം. വില കുറച്ച് തരാന്നോ? എത്ര രൂപയ്ക്ക് തരും? നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതാ. അതെനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടാ. അങ്ങനെ അവസാനം ഈ പുലിവല കയ്യിൽ നിന്ന് അങ്ങ് ഒഴിവായി. അല്ല, ഈ മിന്നൽ എവിടെന്നാ വന്നേ? അല്ലയോ മന്ത്രി പുങ്കവ, ഇത് നമ്മുടെ രഥമാണ്. പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചു വരാം. മതി മതി, കാണാകൂടാന്ന് പറഞ്ഞത് നിർത്ത്. വണ്ടി എടുക്കാൻ നോക്കും മോട്ടു. എന്താ വിളിച്ചത്? മോട്ടു എന്നോ? നിനക്കെന്തൊരു ധൈര്യം ഫുർഫുറി രാജ്യത്തെ മഹാരാജാവിനെ പേരെടുത്ത് വിളിക്കാൻ? മന്ത്രി പുങ്ക, ആദ്യമായതുകൊണ്ട് ഈ തെറ്റ് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല. ശരി ശരി, ഇപ്പൊ വണ്ടി എടുക്ക. എന്താ പറഞ്ഞത്? ഞാൻ വാഹനം ഓടിച്ച് നിന്റെ സാരഥിയാവണമെന്നോ? എന്തൊരു അഹങ്കാരം! ഞാൻ രാജാവാണ്. ഞാൻ ഇരിക്കും, നീ വണ്ടി ഓടിക്കും. സാരഥി, വാഹനം എടുക്കൂ. എന്നാ പിന്നെ ഹെൽമെറ്റ് എനിക്ക് താ. എന്റെ കിരീടം വേണമെന്നോ? രാജ്യദ്രോഹിയായ കഴുതേ, ഇന്ന് പിടിച്ചോ. മന്ത്രി മന്ത്രി താഴോട്ട് ഇറങ്ങി വരൂ. വാഹനം ഓടിക്കാനുള്ളതാണ്. തല കറങ്ങുന്നു, എന്റെ തല കറങ്ങുന്നു. അല്ല, ഇതിവന് എന്താ സംഭവിച്ച? ഇവന്റെ നടത്തവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ രാജാവിനെ പോലെ തന്നെ ഉണ്ട്. ഇവൻ അടിച്ച അടിയാണെങ്കിൽ നല്ല വേദനയുണ്ട്. ഇത്രയും ശക്തി ഇവരെ എവിടെ നിന്ന് കിട്ടി? ഇതിലെന്തോ പ്രശ്നമുണ്ട്. മന്ത്രി പുങ്ക, എന്റെ കിരീടത്തിൽ വീണ്ടും നീ മോഹിക്കുമോ? ഇല്ല മഹാരാജാവേ, ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല. വരൂ, നമുക്ക് ചെന്ന് നമ്മുടെ പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കാം. അല്ല സഹോദര, സമോസ ഉണ്ടാക്കി കഴിഞ്ഞുവോ? എന്തോന്നാണ് ഈ പുതിയ നാടകം? വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? സമോസയുടെ വിലയൊക്കെ തിരക്കുന്നുണ്ടല്ലോ. ആദ്യം തരാനുള്ള പറ്റുക. മന്ത്രി പുങ്ക, ഇയാൾ എന്താണ് പറയുന്നത്? നീ നമ്മുടെ പ്രജകളിൽ നിന്നും ഔദാര്യം പറ്റുന്നുണ്ടോ? ഇത് നാം ഒരിക്കലും അനുവദിക്കില്ല. എന്റെ മന്ത്രിയുടെ കൊള്ളരുതായ്മയ്ക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കും. ഇന്ന് തന്നെ എന്റെ ഖജനാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നതായിരിക്കും. പത്ലു, ഈ മോട്ടുവിന് എന്ത് പറ്റി? ഇനി പിരിയെങ്ങാനും ഇളകിയോ? എന്റെ ചേട്ടാ, എന്താന്നറിയില്ല, കുറച്ചു നേരമായിട്ട് പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവനോടൊന്ന് സംസാരിച്ച് നിൽക്ക്. ഞാൻ ഡോക്ടർ ജഡ്കൊക്കെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ചായക്കാരാ, നിങ്ങൾ മഹാരാജാവിനുള്ള സമൂസയും ജിലേബിയൊക്കെ ഒന്ന് തയ്യാറാക്ക്. ഞാൻ പോയി സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവരാം. ശരി മന്ത്രി മുഖ്യ. ഇതുകൊണ്ട് എന്താവാനാ? ധാരാളം കൊണ്ടുവരൂ. ഇതിന്റെ പൈസ ആയിരുന്നു എന്റെ തന്ത തരുവോ? മന്ത്രി പുങ്ക, എന്നെ അപമാനിച്ചിരിക്കുന്നു. നിന്നെ നാം വെറുതെ വിടില്ല. വരൂ, നമുക്ക് യുദ്ധക്കളത്തിൽ വെച്ച് കാണാം. ഇന്ന് തന്നെ നിന്റെ കണക്കൊക്കെ തീർത്തു തരാം. എത്ര കാലമായി ഇങ്ങനെ ഒരു അവസരം ഞാൻ നോക്കി നിൽക്കുന്നു. ഇന്ന് നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. നിന്റെ ദൈവത്തിനോട് യാചിച്ചോളൂ. ഇന്ന് 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 അന്ത്യം എന്റെയല്ല, അന്ത്യം നിന്റേതാ. ഈ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എന്നാ പിടിച്ചോ, ഇതും കൂടെ, ഇതും കൂടെ. അത്രയ്ക്ക് ധൈര്യമോ? വായോ വായോ. മഹാരാജാവേ, ഒന്ന്
ഒന്ന് നിർത്ത് നിർത്ത്. എനിക്കെന്താ പറ്റിയത്? ഞാൻ എന്തായി കാണിച്ചത്? നമ്മൾ എന്തിനാ ഇങ്ങനെ തല്ലുകൂടുന്നത്? എവിടെ എന്റെ കിരീടം? എന്നെ അപമാനിച്ചതിന് നിനക്ക് ശിക്ഷ തന്നേ മതിയാവൂ. ഇന്ന് തന്നെ ഞാൻ കഴിവിലേറ്റുന്നതായിരിക്കും. മന്ത്രി പുങ്ക, അടുത്തേക്ക് വരരുത്. ഓ, ഈ കിരീടം വെക്കുമ്പോൾ മാത്രമാണ് അവന് മഹാരാജാവാണെന്ന തോന്നൽ വരുന്നത്. ഈ കിരീടത്തിൽ എന്തോ ശക്തിയുണ്ട്. ഒരു വട്ടളകി തോന്നലേ. നിർത്ത്. നിങ്ങളീ മോട്ടൂനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്തിനാണ് നിങ്ങൾ എന്നെ ഈ വിധം തടവിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മന്ത്രിയെ വിളിച്ചിട്ട് 20 ലക്ഷത്തിന്റെ സ്വർണ്ണ നാണയം ഇവിടെ എത്തിക്കാൻ പറയേ. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് കൂടി പറഞ്ഞേക്കേ. മൊട്ടു മൊട്ടു 20 ലക്ഷം കൂടുതലാണെങ്കിൽ 15 ലക്ഷം ചോദിച്ചോ. ഇത് നോക്കിയേ ബോസ്, എന്നെ എന്തൊക്കെയാ ചെയ്തെന്ന് നോക്കിയേ ബോസ്. എന്നെ മോട്ടു എന്ന് വിളിക്കുന്നു. ഞാൻ മഹാരാജാവ് മോട്ടേശ്വരാണ്, ഫുർഫുറി രാജ്യത്തെ രാജാവ്. എനിക്ക് വെറും 15 ലക്ഷം മാത്രമേ ഉള്ളൂ. ചെറിയ മനുഷ്യർക്ക് ചെറിയ ചിന്തകൾ മാത്രം. മഹാരാജാവേ, അല്ല അങ്ങുന്നേ, എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാ മതി. കുറഞ്ഞത് ഒരു 20 കോടിയെങ്കിലും ചോദിക്കൂ. എന്താ പറഞ്ഞ? 20 കോടിയോ? നീ ഇത് കേട്ടോ നമ്പർ 2? ഇവരെ എഴുന്നേൽപ്പിക്ക്. 20 കോടി കൈക്കലാക്കാനുള്ളതല്ലേ. മഹാരാജാവേ, അങ്ങയുടെ മന്ത്രിയെ വിവരമറിയിച്ച 20 കോടി അയക്കാൻ കൽപ്പിച്ചാലോ? ഞാൻ മഹാരാജാവാണ്. ഞാൻ ആർക്കും ഫോൺ ചെയ്യാറില്ല. പ്രജകൾ എനിക്കാണ് ഫോൺ ചെയ്യാറ്. നിങ്ങൾ എന്റെ മന്ത്രി പുങ്കനെ കണ്ടുപിടിച്ച് ഈ സന്ദേശം അറിയിക്കൂ. അതുവരെ എന്റെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. എന്റെ സന്തോഷമാണ് നിങ്ങളുടെ സന്തോഷം. എന്നെ ചൊറിഞ്ഞാൽ എല്ലാം മനസ്സിലായി പ്രഭു, എല്ലാം മനസ്സിലായി. നമ്പർ 1 നീ പോയി പത്ലൂനെ കണ്ടുപിടിക്കണം. നമ്പർ 2 നീ മഹാരാജാവിനുള്ള ഭക്ഷണം എടുത്തു വെക്കണം. മനസ്സിലായോ? ആ പത്തിലും ഇതുവരെ വന്നില്ലല്ലോ. ഈ രാജാവാണെങ്കിൽ ഒടുക്കത്തെ തീറ്റ തിന്നാൻ വേണ്ടി ഉണ്ടായ രാജാവാണെന്ന് തോന്നുന്നു. ഇനി വാങ്ങാനാണെങ്കിൽ കയ്യിൽ ചില്ലി കാശ് പോലും ഇല്ല. ഏയ് കാവൽക്കാരാ, കേൾക്കുന്നുണ്ടോ? കാവൽക്കാരനോ? ഞാനോ? എന്താ രാജാവേ? ഞാനൊരു ഭടനോട് ഭക്ഷണം എത്തിക്കാൻ പറഞ്ഞിരുന്നു. അവൻ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. വന്നുകൊണ്ടിരിക്കുവായിരിക്കും മഹാരാജാവേ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവേ, നിങ്ങൾ 20 കോടി രൂപയുടെ ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയും രൂപ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു ബാങ്കും തരുന്നില്ല. അതുകൊണ്ട് 20 കോടി രൂപയ്ക്കുള്ള സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ 2, നീ ഇത് കേട്ടോ? 20 കോടിയുടെ സ്വർണ്ണ നാണയങ്ങൾ. ഇവനെ എണീപ്പിക്കും. പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ബോക്സിലുണ്ട്, എടുത്തോളൂ. The name is Chingam. ഈ ചിങ്ങത്തെ രക്ഷപ്പെടുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ഹാൻഡ്സ് അപ്പ്. ജോൺ, ഞങ്ങളുടെ കയ്യിൽ സ്വർണങ്ങളൊന്നുമില്ല. ഈ സ്വർണത്തിന്റെ കിരീടം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങളത് എടുത്തോളൂ. എനിക്ക് വേണം, എനിക്ക് മിണ്ടാതിരിക്ക. എന്താ ഇവിടെ നടക്കുന്നത്? ഞാനാണ് കിങ് ജോൺ ദ ഡാൻ. ആരെവിടെ? എത്രയും പെട്ടെന്ന് പോയി ഫുർഫുറി നഗരം കൊള്ളയടിക്കൂ. എല്ലാം നശിപ്പിക്കണം, മോഷ്ടിക്കണം, അവരെയൊക്കെ തടവിലാക്കണം, എന്റെ ഖജനാവ് നിറയ്ക്കണം. എന്നിട്ട് ഈ മൊട്ടത്തലേന്റെ കഥയങ്ങ് തീർത്തേക്കണം. ബോസ്,
അവന്റെ മുറം പോലുള്ള വയറോ അതോ മൊട്ടത്തലയോ? അതിന് ഇവന്റെ തലക്കകത്ത് ഒന്നുമില്ലല്ലോ, മൊത്തം വയറ്റിലല്ലേ. തലങ്ങ് വിലങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. The name is Chingam. I am King Chingam. ഞാനാണ് ചിങ്കം രാജാവ്. രാജാതിരാജൻ ചിങ്കം, രാജാ വിജയരാജ ചിങ്കം, രാജാ വിജയരാജ ദ ഗ്രേറ്റ് ചിങ്കം. നിർത്ത് മനസ്സിലായി. ഇനിയൊന്നും പറയണ്ട. കിരീടം ഇങ്ങ് തിരിച്ചെടുക്കണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാരാജാവ് പോലീസ് വിജയിക്കട്ടെ. പറയൂ. രാജാതിരാജൻ, രാജമാണിക്യൻ, രാജമാർത്താണ്ഡൻ. കേൾക്കുന്നുണ്ട്. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ രാജ്യത്തിലേക്ക് 2 ദേശദ്രോഹികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അങ്ങ് ആജ്ഞാപിക്കുകയാണെങ്കിൽ അവരെ അങ്ങ്... ആരാണവർ? അവരെ അങ്ങ് തീർത്തേക്ക്. നമ്മുടെ ദേശത്ത് കുറ്റവാളികൾ ഉണ്ടാവാൻ പാടില്ല. ആരാണെങ്കിലും ശരി, പറയൂ, ആരാണത്? മഹാരാജാവേ, ആ നീചന്മാർ ഇവരാണ്. ഒട്ടകവും പത്തലുവും. പിടിക്കവരെ, കൊന്നുകളഞ്ഞേക്ക്. അവരെ വിടരുത്. ഇൻസ്പെക്ടർ സാറ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ മോട്ടും പത്രവും നിങ്ങളുടെ കൂട്ടുകാരോ? ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താനാവില്ല. ഇതിന്റെ പ്രതികാരം ഇന്ന് ഞാൻ തീർത്തിരിക്കുക. വിടരുത്, കൊന്നേക്ക്. അവരെ അങ്ങ് കൊന്നേക്ക്. ഔ, ആരാ ഇത്? ഒന്ന് ഒച്ച വെക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഏതോ കുട്ടി കരയുന്നതാ. ആരാ ഇങ്ങനെ കരയുന്നത്? ഒന്നും മിണ്ടാതിരിക്കന്റെ മോട്ടോ. അത് ബോക്സറിന്റെ കുട്ടിയാണ്. അതിന്റെ വായ അടയ്ക്കാൻ പോയാ അയാൾ ഇടിച്ച് നമ്മുടെ വായിന്റെ ഷേപ്പ് മാറ്റും. ഓ, ഒന്നും മിണ്ടാതിരിക്കു കുട്ടി. അവർക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ കഴിയാത്തവർക്ക് പിന്നെ എന്തിനാ കുട്ടികള്? ആ തലേനെ എടുത്ത് ചെവി പൊത്തി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല മോട്ടോ. ആരായി കൊച്ചു വെളുപ്പാങ്കാലത്ത് വാതിലിങ്ങനെ ഇട്ട് മുട്ടുന്നു? ഹലോ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊക്കെ ഇവിടെ വരണമെങ്കിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്യണ്ടേ? പത്തലു നോക്കി ആരാ വന്നിരിക്കുന്നെന്ന്. ഓ, താങ്കളായിരുന്നോ? വന്നാലും. മോട്ടു പത്തലു, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്താ വേണ്ടത്? ഹായ് മോനെ, ഹൗ ആർ യു? എന്റെ ഭാര്യ പുറത്തേക്ക് പോയിരിക്കുവാണ്. എനിക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവനെ നിങ്ങളൊന്ന് നോക്കണം. ആ, അതിനെന്താ, സന്തോഷേ ഉള്ളൂ അല്ലേ മോട്ടോ? പറ്റില്ല, ഞങ്ങൾ നിങ്ങളുടെ ജോലിക്കാരൊന്നുമല്ല. എന്താ ആലോചിക്കുന്നേ? പിന്നെന്താ, തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ മഹാഭാഗ്യമെന്ന് ഞങ്ങൾ പറയൂ. ഇത് ഞങ്ങൾ നിരസിച്ചാൽ അത് വിഡിത്തമെന്ന് ഞാൻ പറയൂ. ബോക്സറിന്റെ മകൻ ബോക്സറല്ലാണ്ടിരിക്കുവോ? ഇവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ ഇതിന് എന്താ ചെയ്യാ? കുട്ടികളെ പരിപാലിക്കാൻ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അവന്റെ വാ തുറപ്പിക്കുന്നു, ഭക്ഷണം അകത്തേക്ക് ഇടുന്നു, പിന്നെ അവൻ അങ്ങ് കഴിച്ചോളും. ഓ, എന്റെ മോട്ടോ, നിനക്ക് എപ്പോ നോക്കിയാലും തീറ്റയുടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കുട്ടികളെ കളിപ്പിക്കേണ്ട കാര്യ. ഓ, ഇതാണോ കാര്യം? കുട്ടികൾക്ക് കള്ളനും പോലീസും എന്ന് പറഞ്ഞാൽ ജീവനാണ് അല്ലേ മോനെ? ഇവനിത് എവിടെ പോയി? സണ്ണി, നീ എവിടെയാ മോനെ? സണ്ണി, നീ എവിടെ? പുറത്തേക്ക് വാ. ഓ, നീ പോലീസും കള്ളനും കളിക്കാൻ തുടങ്ങി അല്ലേ? ഞാൻ വരുവാണേ നിന്നെ കണ്ടുപിടിക്കാൻ. ഐഡിയ. സണ്ണി, ഞാൻ വരുന്നുണ്ട്. റെഡി ആയിക്കോ. എവിടെ? പിടിച്ചു. ആ ചെറുക്കൻ ചുറ്റിയും കൊണ്ടാ ഇടിക്കുന്നേ. ഞാൻ ആ കുട്ടിയെ വെറുതെ വിടില്ല. ആദ്യം ആ കട്ടിലെടുത്ത് സൈഡിലോട്ട് വെക്ക്. ഐഡിയ. വേഗം
ആലോചിക്കേ നമ്മളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ, ഡോക്ടർ ജഡ്കയെ വിളിക്കാം. ചോക്ലേറ്റ് കൊണ്ടുവരട്ടെ, കഴിക്കോ? അല്ല മോട്ടു, ഇത് ആരുടെ കുട്ടിയാ? എന്റെ ചക്കരക്കുട്ട. ആ എന്റെടാ, ഇവരെന്തിനു ഇടി ഇടിക്കുന്നത്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു ബോക്സിംഗ് ചെയ്യുന്ന കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായും ഇത് ഒരു ബോക്സറിന്റെ കുഞ്ഞു തന്നെ ആയിരിക്കും. ആ അതെ, ഇത് ഞങ്ങളുടെ അയൽവാസി ബോക്സറുടെ മകനാ. ഇന്ന് വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെയാ. ദിവസം മുഴുവനും വീട്ടിലിരുത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പുറത്തൊന്ന് കറങ്ങാന്ന് പറഞ്ഞു വന്നതാ. അതിനെന്താ, ഇവനെ ഇപ്പൊ തന്നെ നമുക്ക് പുറത്തേക്ക് കറങ്ങാൻ കൊണ്ടുപോവാലോ? ഇവൻ ആരെ എടുത്തോണ്ട് നടക്ക? നല്ല വെയിറ്റാ. ആ? ആ? ഇത് റിമോട്ടിൽ സഞ്ചരിക്കുന്ന ട്രോളിയാണ്. ഈ റിമോട്ടിൽ അമർത്തിയാൽ ട്രോളി നിങ്ങളുടെ ആവശ്യാനുസരണം സഞ്ചരിച്ചോളും. അവനെ എടുത്ത് ക്ഷീണിക്കുകയും വേണ്ട. എന്റെ ഡോക്ടറെ, നിങ്ങൾ ഭയങ്കര ഇന്റലിജന്റ് ആണല്ലോ. അതിനെന്താ, നിനക്ക് തന്നെ ഇത് നിയന്ത്രിക്കാമല്ലോ. പക്ഷെ സൂക്ഷിക്കണം. പിടിക്കോ. അവനെ പിടിക്കോ. നിക്കോ. അവിടെ നിക്ക്. മോനെ, വേണ്ട. കൊച്ചുകുട്ടി റോഡില്ല. അയ്യോ, ഇത് എവിടുന്നാ ഈ കുട്ടി വന്നേ? ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിക്കാൻ ഇതിനെ. നിങ്ങൾ രണ്ടുപേരും താഴെ നോക്ക്. ഞങ്ങൾ രണ്ടാളും ബസിന്റെ മുകളിൽ കയറി നോക്കിക്കോളാം. ഡോക്ടറെ, എന്തായാലും ഇവിടെയില്ല. ഇവിടെ ഉണ്ടോ? ഈ ചെറുക്കന് ഇത് എവിടെ പോയി? കാണുന്നില്ലല്ലോ. ആരെങ്കിലും നിർത്ത്, ബസ് നിർത്ത്, ബസ് വേഗം നിർത്ത്. നിർത്തണോ? എടോ, നിർത്താൻ പറഞ്ഞില്ലേ? സണ്ണി, സണ്ണി, സണ്ണി മോനെ, നീ എവിടെയാ? ഇനി അഥവാ സണ്ണിയെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ ബോക്സർ നമ്മളെ ഇടിച്ച് സൂപ്പാക്കി കുടിക്കും. സണ്ണി, സണ്ണി. നിക്കടാ മോനെ, അവിടെ തന്നെ നിക്ക്. ഇനി നീ ഞങ്ങളടുത്ത് കളിക്കരുത്. എന്റെ മോട്ടോ ഇങ്ങനെ പറയണ്ട, സ്നേഹത്തോടെ പറ, സ്നേഹത്തോടെ. സണ്ണി, 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 സണ്ണി. മോട്ടോ, അവനെ ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഒരിക്കൽ അവനെ കൈ കിട്ടിയ കാണിച്ചു കൊടുക്കായിരുന്നു. അല്ല, നമ്മൾ എന്തിനാ ഇങ്ങനെ എഴഞ്ഞു നടക്കുന്നേ? നമ്മള് പൈപ്പിന് പുറത്ത് എത്തിക്കഴിഞ്ഞില്ലേ? ഓ, അത് മറന്നുപോയി. അവൻ ഇവിടെ ഉള്ളത്. വരൂ, നമ്മൾ വേറെ വേറെ പൈപ്പുകളിൽ നോക്കാം. സണ്ണി, സണ്ണി. എന്റെ തല പോയി. സണ്ണി, 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 സണ്ണിക്കുട്ട, എവിടെയാണ് നീ? എന്താ, 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 എന്റെ അമ്മോ, എന്റെ അമ്മോ. മെല്ലെ, എന്റെ മോട്ടോ, ഈ പൈപ്പ് നിർത്താനുള്ള വഴി എങ്ങനെയാലും നോക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ എന്തെങ്കിലും ചെയ്യേ പത്തലു. സണ്ണി, എന്റെ മോനെ, മുത്തേ, തേനെ, പാല്, ചക്കര, നീ എന്റെ അടുത്തോട്ട് വാടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. സ്നേഹത്തോടെ പറ മോട്ടോ, സ്നേഹത്തോടെ പറ. വേണ്ട, വേണ്ട മോനെ, നീ അങ്ങോട്ടൊന്നും പോവരുത് മോനെ, പറയുന്നത് കേക്ക്. ദേ, നിനക്ക് ഞാൻ സമൂസ മേടിച്ചു തരും, ചോക്ലേറ്റ് മേടിച്ചു തരും. അവിടെ നിക്കടാ കുട്ടാ. അവിടെ നിക്ക്.
എന്റെ അമ്മോ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അവരെങ്ങനെയും കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ ആ ബോക്സർ ഞങ്ങളെ പഞ്ഞിക്കിടും. പ്ലീസ് ചിങ്കം സാറേ, പ്ലീസ്. Don't fear when Chingam is here. ഈ ചിങ്കമിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. ഓ, ഇവരെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകും. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയവൻ? ശരിക്കും നോക്ക്. വേഗം 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 പോട്ടെ. കാണുന്നില്ലല്ലോ. മോട്ടു പത്ലു, എവിടെയായി എല്ലായിടത്തും ചെങ്കൻ? ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കൊള്ളണം. ഓ. ഓക്കേ? ദേ പോകുന്നു പോകുന്നു. ദേ അവനാണാ പോകുന്നത്. ചിങ്കമിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. ഒന്ന് പതുക്കെ പോയെന്റെ ഇൻസ്പെക്ടറെ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ആ കൈയൊന്ന് തന്നേ. കുട്ടാ, ആരാ നോക്കിയേ? ഒന്ന് നിക്കടാ. ഞങ്ങള് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, വണ്ടി നിർത്തിയാണെങ്കിൽ തരാം. സണ്ണി, ഈ ചിങ്കമിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. highly impossible. I command you in the name of law. നിർത്ത്. മോനെ ഇങ്ങോട്ട് വാ. ഏയ്, നിർത്ത്. അടുത്തേക്ക് വാ. ദേ പോകുന്ന അവൻ. കണ്ടല്ലോ, ഞാനാണ് ആ വണ്ടി പിടിച്ച് നിർത്തിയത്. ഈ ചിങ്കം പറഞ്ഞ പിന്നെ വണ്ടി നിർത്തിയേ മതിയാവൂ. അവൻ നിൽക്കുന്നൊന്നുമില്ല, അവൻ പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യാനാ? സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി നമുക്ക് ഹിമാലയത്തിലേക്ക് നീ പോവാം. അവനെ പിടിക്കാനുള്ള വഴി ഒന്ന് ആലോചിക്കേ. ആ നിങ്ങൾ രണ്ടുപേരും തിരിച്ചെത്തിയോ? ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇതെന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ ഞാൻ പോലും ഇത്ര ഭംഗിയായിട്ട് നോക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളിത് കാണുന്നില്ലേ? അവൻ എത്ര സുഖമായിട്ടാ കിടന്നുറങ്ങുന്നത്. ഇവനെ ഉണ്ടല്ലോ. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം ഇവനെ എന്ന് പറഞ്ഞാൽ ഇവനുള്ള ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോയതാ. സാധാരണയുള്ള ചോക്ലേറ്റ് കഴിച്ചാൽ ഇവന്റെ പല്ല് കേടാവില്ലേ, അതുകൊണ്ട് വാങ്ങിയില്ല. നിങ്ങൾ എത്ര നല്ല ആൾക്കാരാ. മറ്റൊരാളുടെ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നത്. ഇവനെ എത്ര പെട്ടെന്നാ നിങ്ങൾ കിടത്തി ഉറക്കിയത്. എനിക്ക് പോലും ഇത് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ രാത്രി അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. ആണോ? രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ഉറങ്ങിപ്പോയി. കുട്ടികളാവുമ്പോ കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളും കുട്ടികളായിരിക്കുമ്പോ കരഞ്ഞിട്ടുണ്ടാവൂലേ? ആഹാ, നിങ്ങൾ എന്തുമാത്രം കാര്യഗൗരവത്തോടെയാ പറയുന്നത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനം? ഇനി ഞാനും ഭാര്യയും എപ്പോ പുറത്തു പോയാലും നിങ്ങളുടെ അടുത്ത് മാത്രമേ എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ എനിക്ക് അത്രമാത്രം വിശ്വാസമാണ്. എന്താ?